ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഇഡൻ ടി വി നടത്തുന്ന ഈ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പാഠമാണ്. എൻ്റെ തലവാചകം ഇങ്ങനെയാണ്: ദുർഘടം പിടിച്ച തുടക്കം എന്നുള്ളതാണ്. നമ്മൾ ഈ കോട്ടിൽ പഠിക്കുന്നത് ഇസ്രായേൽ മക്കളെ, അല്ലെങ്കിൽ മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് ദൈവം അത്ഭുതകരമായി വഴി നടത്തി ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റിയത് എന്ന ഒരു പാഠഭാഗമാണ് ഈ കോട്ടിൽ പഠിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദുർഘടം പിടിച്ച തുടക്കം എന്നുള്ളതാണ്. മനപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: അതിനുശേഷം മോശയും അഹരോനും ഫറവോനോട് ചെന്ന് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ എനിക്കൊരു ഉത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയക്കാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന് അവൻ ആരാണ്? എനിക്ക് യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. പുറപ്പാട് 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുശേഷം എന്നാണ് ഇത് തുടങ്ങുന്നത്. ഏതിനു ശേഷം എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ചു വേർതിരിക്കുകയും ദൗത്യം ഏൽപ്പിക്കുകയും അഹരോനോട് മോശയെ സഹായിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം മോശയും അഹരോനും ഇസ്രായേലിലെ മൂപ്പന്മാരെയൊക്കെയും വിളിച്ചുകൂട്ടി ദൈവം അവരോട് അരുളി ചെയ്തതായ കാര്യം വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ മക്കളൊക്കെയും ഇത് കേട്ടിട്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയും തങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വരുവാൻ പോകുന്നു എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ്ത ഒരു നിമിഷമാണ്. അതിനുശേഷമാണ് മോശയും അഹരോനും ഫറവോനെ കാണുവാൻ ചെല്ലുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആവശ്യം ഫറവോൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി മോശയും ഫറവോനും ചെല്ലുന്നത് ഇസ്രായേൽ മക്കളെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അവരോട് വെളിപ്പെടുത്തിയതിന് ശേഷമാണ്. നോക്കൂ, ഇസ്രായേൽ മക്കൾ അതുവരെ അനുഭവിച്ചിരുന്നതായ കഷ്ടതകൾക്ക് ഒരവസാനം വരുവാൻ പോകുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേൾക്കുകയും അവർ മനസ്സിലാക്കുകയും അവരതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. അവരൊരു പക്ഷേ ആഗ്രഹിച്ചത്, അവരൊരു പക്ഷേ പ്രതീക്ഷിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും എന്ന ഒരു ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത്, ഏതൊരു വിശ്വാസിയും ചിന്തിക്കുന്നത്, ഒരാൾ ദൈവത്തെ പിന്തുടരുവാൻ തീരുമാനിക്കുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് സന്തോഷവും സമൃദ്ധിയും വിജയവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സംതൃപ്തിയും മാത്രം വേണം എന്നത് തന്നെയാണ്. എന്നാൽ നാം യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ദുഃഖവും പ്രയാസവുമൊക്കെ തന്നെയായിരിക്കും. ദൈവത്തിൽ നാം ആശ്രയിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ദൈവത്തെ അനുസരിച്ച് ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൽ നാം ആശ്രയിച്ച് ജീവിക്കുമ്പോഴും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴും അനവധി കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും നാം നേരിടേണ്ടി വരും. ആ പ്രയാസങ്ങളിലൂടെ തന്നെ നാം സഞ്ചരിക്കേണ്ടി വരും. അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് നൽകും എന്നുള്ളതാണ്. സ്ഥിര ഉത്സാഹത്തോടുകൂടി എപ്പോഴും ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എന്ന യാഥാർത്ഥ്യമാണ് ഓരോ ദൈവവിശ്വാസിയും മനസ്സിലാക്കേണ്ടത്. നമുക്കെപ്പോഴും നമ്മുടെ പ്രയാണം സുഖകരമായിരിക്കുകയില്ല. പെട്ടെന്ന് ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചതുപോലെ, അവർ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് അവരെ ദൈവം വിടുവിക്കും, അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുന്ന വിടുവിക്കും എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത്. മറിച്ച് ഈ ജീവിതയാത്രയിൽ നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോഴും നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകും. അതിലൂടെ ദൈവം നമ്മെ നടത്തുമെന്ന വിശ്വാസവും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള സ്ഥിര ഉത്സാഹവും നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം ഇതിനെയൊക്കെ അതിജീവിച്ചു പോകും എന്നുള്ളതാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രയാണം, അല്ലെങ്കിൽ അവരുടെ പുറപ്പാട് എന്ന ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റും എന്ന വലിയ ഒരു സത്യമാണ് നമ്മൾ ഈ കോട്ടിൽ പഠിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ചത്തെ ഭാഗം പറയുന്നത് യഹോവ ആരാണ്. നമുക്കറിയാം, അഹരോനും മോശയും ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്
അവരാവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇസ്രായേൽ മക്കളെ ആ യാഗം കഴിക്കുവാൻ വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ നീ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഫറവോൻ ചോദിക്കുന്ന ചോദ്യം, ഈ യഹോവ ആരാണ്? അദ്ദേഹത്തെ എനിക്ക് ആ ദൈവത്തെ, നിങ്ങൾ ഈ പറയുന്ന ദൈവത്തെ എനിക്കറിയില്ല. അത് മാത്രവുമല്ല, ഞാൻ എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എന്തിന് ആ ദൈവത്തെ നിങ്ങൾ ഈ പറയുന്ന ദൈവത്തെ അനുസരിക്കണം എന്ന ധിക്കാരപരമായ മറുപടിയാണ് ഈ തത്മോസ് മൂന്നാമൻ, പിന്നെ ഈ മൂന്നാമനാണ് അന്ന് ഭരിച്ചിരുന്ന ഫറവോൻ. അദ്ദേഹം മോശയോടും അഹരോനോടും പറയുന്നത്, ഞാൻ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം മാനിക്കണം, എനിക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന വളരെ അഹങ്കാരത്തോടു കൂടിയ ഒരു മറുപടിയാണ് മോശയ്ക്കും അഹരോനും ഫറവോൻ കൊടുക്കുന്ന മറുപടി. ഈ ഫറവോൻ ആരാണെന്ന് ചോദിച്ചാൽ, മോശയ്ക്ക് ഏകദേശം 26 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ തത്മോസ് മൂന്നാമൻ അദ്ദേഹത്തിന് 2 വയസ്സ് പ്രായമായിരുന്നു. ആ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആ ഈജിപ്തിലെ രാജാവായി അന്നത്തെ പുരോഹിതൻ ഈ തത്മോസ് മൂന്നാമനെ വാഴിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത്, മോശ അടുത്ത ഫറവോനായി വരാതിരിക്കുവാൻ വേണ്ടി വെറും 2 വയസ്സ് പ്രായമുള്ള ഈ തുത്മോസ് മൂന്നാമൻ, അതായത് അതിൻ്റെ പിതാവായി തുത്മോസ് രണ്ടാമത്തെ ആൾ മരിച്ചപ്പോൾ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഈ തുത്മോസ് മൂന്നാമനെ അന്നത്തെ ഈജിപ്തിലെ പുരോഹിതൻ ഫറവോനായി വാഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു, അമ്മയോടൊപ്പം ഇദ്ദേഹം രാജ്യഭരണം നടത്തി. ഇദ്ദേഹം രാജ്യഭരണം തുടങ്ങിയ സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് അമ്മ മരിക്കുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ പേരുള്ള എല്ലാ സ്ഥാപനങ്ങളെയും സ്തൂപങ്ങളെയൊക്കെ ഇദ്ദേഹം തകർത്ത് കളഞ്ഞു. പക്ഷേ ഇദ്ദേഹം എന്നാൽ ആ ഈജിപ്ഷ്യൻ രാജ്യത്തെ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, പുരോഗതിയിലേക്ക്, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ഈ പുറപ്പാട് നടത്തുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജനം പുറപ്പെടുവാൻ വേണ്ടി ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇതിന് ഏകദേശം 56 വയസ്സ് പ്രായമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ള വ്യക്തിയോടാണ് മോശയും അഹരോനും ചെന്ന് പറയുന്നത്, ദൈവത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ ഇസ്രായേൽ മക്കളെ നീന്തണം, വിട്ടയക്കണം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ധിക്കാരപരമായിട്ട് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന യഹോവയെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല, എനിക്കങ്ങനെ ഒരു ബാധ്യതയുമില്ല. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്? ആ കാലഘട്ടത്തിൽ ഫറവോന്മാർ വിചാരിച്ചത് അവർ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളെന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്നാണ് അവരെ തന്നെ അഭിസംബോധന ചെയ്ത് അവരെ തന്നെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ജനങ്ങളുമൊക്കെയും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. ഫറവോൻ എന്ന് പറയുന്നത് ദൈവമാണ്, ഭൂമിയിലെ ദൈവമാണ്. പ്രത്യേകിച്ച് ഈജിപ്റ്റ് എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അവർ ജീവനുള്ള ദൈവത്തെ അങ്ങേയറ്റം ധിക്കാരത്തോടു കൂടി കണ്ട ഒരു സാമ്രാജ്യമായിരുന്നു. ആ ഒരു സാമ്രാജ്യത്തിൽ നിന്നുമാണ് ദൈവം തൻ്റെ ജനത്തെ വിടിവിക്കുവാൻ വേണ്ടി മോശയെയും അഹരോനെയും പറഞ്ഞയക്കുന്നത്. നോക്കൂ, ആ ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ ധിക്കാരമെന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും ദൈവത്തെ ധിക്കരിച്ച് സംസാരിക്കുന്നതായ ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നെപ്പോളിയൻ പറഞ്ഞു, ഞാനാണ് രാഷ്ട്രം. ഇവിടെ ഫറവോനും അങ്ങനെ തന്നെ പറഞ്ഞു, ഞാനാണ് ഈ രാജ്യത്തിൻ്റെ സർവാധികാരി, ഞാൻ തീരുമാനിക്കും, എനിക്കിങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ ദൈവത്തെ അറിയില്ല, ഞാനെല്ലാം തീരുമാനിക്കും. ഇതേ മനോഭാവം ഈ കാലഘട്ടത്തിലുള്ള പലർക്കും നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തെ പുച്ഛിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിക്കുന്നതായ, ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാത്തതായ ഒട്ടനവധി പേരെ നമ്മുടെ നിത്യജീവിതത്തിലും ഒരുപക്ഷെ കണ്ടെത്തിയിരിക്കും. അവിടേക്ക് അവസ്ഥ എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് ചരിത്രം തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഹോവ ആരാണ് എന്ന ചോദ്യം ഫറവോൻ ചോദിക്കുമ്പോൾ ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദൈവം, നിങ്ങൾ ഈ പരിചയപ്പെടുത്തുന്ന ദൈവം, അല്ലെങ്കിൽ യഹോവയായ ദൈവം എനിക്ക് ആരും അല്ല എന്ന ഒരു ധിക്കാരപരമായ മറുപടിയാണ് മോശയ്ക്കും അഹരോനും കൊടുക്കുന്നത്. ഈ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഫറവോൻ ദൈവത്തിൻ്റെ മക്കളെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഫറവോൻ കൊടുക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന ദൈവം എനിക്കാരുമല്ല, അതുകൊണ്ട് തന്നെ എനിക്കാരുമല്ലാത്തതായ യഹോവയുടെ ശബ്ദമോ ആ ദൈവത്തിൻ്റെ ആവശ്യമോ ഞാൻ പരിഗണിക്കേണ്ടതില്ല എന്ന് വളരെ സ്പഷ്ടമായി ഫറവോൻ മോശയോടും അഹരോനോടും പറയുന്നു.
അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത്തരം ധിക്കാരത്തോടുകൂടി ദൈവത്തെ അറിയില്ല എന്ന് പറയുന്ന ഫറവോൻ്റെ അടുക്കൽ നിന്നുമാണ് ദൈവം തൻ്റെ മക്കളെ തൻ്റെ വാഗ്ദത്തപ്രകാരം വിടുവിച്ച് കൊണ്ടുപോകുന്നത്. നമുക്ക് വലിയൊരു പ്രത്യാശയാണ്. ഏത് അവസ്ഥ എത്ര കഠിനമായ പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരുന്നാലും ദൈവം നമ്മെ എന്തു ചെയ്യും? വിടുവിച്ചിരിക്കും. ഫറവോൻ പറയുന്നതുപോലെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും, ഇതുപോലുള്ള ആൾക്കാരിൽ നിന്നുമാണ് നമുക്ക് കഷ്ടതകൾ വരുന്നതെങ്കിൽ പോലും, ദൈവത്തെ വിമർശിക്കുന്ന നിരീശ്വരവാദികളാണ് നമ്മെ ദ്രോഹിക്കുന്നതെങ്കിൽ പോലും, നമ്മെ കഷ്ടപ്പെടുത്തുന്നെങ്കിൽ പോലും ദൈവം അവിടെ നിൽക്കുകയും നാം ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിര ഉത്സാഹത്തോടു കൂടി നാം ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കുമെന്ന ശക്തമായ ഒരു ദൂതാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗം പറയുന്നത് ഒരു ദുഷ്കരമായ തുടക്കം. നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത്, പുറപ്പാട് പുസ്തകം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും യാത്ര എപ്രകാരം പ്രയാസകരമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ തുടക്കം തന്നെ മോശയും അഹരോനും ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ആവശ്യപ്പെടുമ്പോൾ ഫറവോൻ അവരോട് പറയുന്നത്, ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല, ഇസ്രായേൽ മക്കളെ ഞാൻ എന്തായാലും വിടാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങൾ അവരെ മടിയന്മാരാക്കുകയാണ്, അവരെ അലസന്മാരാക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം അവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് വിശ്രമവേളകൾ അനുവദിക്കുവാനും അവരെന്ത് ചെയ്യുന്നു, അലസന്മാരായി തീർക്കുവാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും അവരെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, വിട്ടയക്കാൻ പോകുന്നില്ല. അപ്പം ഫറവോൻ എന്താ പേടിച്ചത്? അങ്ങനെ അലസന്മാരായ അല്ലെങ്കിൽ അവർക്ക് വിശ്രമവേളകൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്താൽ അവരെന്ത് ചെയ്യും? ഈ രാജ്യത്തെ തകർക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും എന്നൊരു ഭയം ഫറവോനുണ്ടായിരുന്നു. ഫറവോൻ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും അവർക്ക് വിശ്രമവേളകൾ അനുവദിക്കുകയില്ല, അവർക്ക് കൂടുതൽ കഠിനമായ ജോലികൾ അല്ലെങ്കിൽ കഠിനമായ ജോലികൾ ഞാൻ കൊടുക്കുമെന്ന് തൻ്റെ കാര്യവിചാരകന്മാരോട് പറഞ്ഞു. കാര്യവിചാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ അലസന്മാരായി തീരുവാൻ വേണ്ടി അവരിങ്ങനെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഇനിമേലിൽ വൈക്കോൽ കൊടുക്കരുത്. അന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഏറ്റവും ഒരു സാധാരണ ജോലിയാണ് ഇഷ്ടിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ആ ഇഷ്ടിക ഉണ്ടാക്കി നിലനിർത്തുന്നതിന് വേണ്ടി ധാരാളം വൈക്കോൽ ആവശ്യമായിരുന്നു. പക്ഷേ ഇവിടെ ഫറവോൻ പറഞ്ഞു, തൻ്റെ ഊഴിയ വിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്കിനി വൈക്കോൽ കൊടുക്കണ്ട. ഇസ്രായേൽ മക്കൾ അവരവരുടെ രീതിക്ക് തന്നെ പോയി വൈക്കോൽ ശേഖരിച്ച് കൊണ്ടുവന്ന് ജോലി ചെയ്യണം, ഇഷ്ടിക ഉണ്ടാക്കണം. എന്നാൽ മുമ്പിലത്തേതുപോലെ ഇഷ്ടികകൾ ഉണ്ടാക്കുകയും വേണം, ആ എണ്ണത്തിൽ ഉണ്ടാക്കുകയും വേണം, ഒരു ഇഷ്ടിക പോലും കുറയാനും പാടില്ല. അപ്പം ജോലി അധികമാണ്. നേരത്തെ വൈക്കോൽ ഫറവോൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു, എന്നാൽ ഇപ്പോൾ വൈക്കോൽ കൊടുക്കുന്നില്ല. അവരതിന് പകരം മറ്റു ചില ചെടികൾ കണ്ടെത്തി അല്ലെങ്കിൽ മറ്റു ചില ഇലകൾ കണ്ടെത്തി അവരെന്ത് ചെയ്യണമായിരുന്നു? ഇഷ്ടിക ഉണ്ടാക്കണമായിരുന്നു. പക്ഷേ ആ നേരത്തെ ഉണ്ടാക്കിയ ഇഷ്ടികകളുടെ എണ്ണം തന്നെ ഇപ്പോഴും ഉണ്ടാക്കണം. അവർക്ക് എന്ത് ചെയ്തു? ജോലിഭാരം വർദ്ധിച്ചു, കഠിനാധ്വാനം വർദ്ധിച്ചു. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ നോക്കുവാൻ വേണ്ടി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെ ചില നേതാക്കന്മാരെ അല്ലെങ്കിൽ ചില പ്രമാണികളെ, കാര്യസ്ഥന്മാരെ അന്ന് മിസ്രയീമ്യർ നിയമിച്ചിരുന്നു. ഏതെങ്കിലും ഇസ്രായേൽ വ്യക്തി ജോലിയിൽ കുറവ് വരുത്തിയാൽ ഈ കാര്യവിചാരകന് അല്ലെങ്കിൽ ഇസ്രായേലിനായ കാര്യവിചാരകന് അടി കിട്ടുമായിരുന്നു. അങ്ങനെ അവർക്ക് കഷ്ടത വർദ്ധിച്ചു. അപ്പം മോശയും അഹരോനും ദൈവത്തിൻ്റെ ജനത്തെ വിളിച്ചു കൂട്ടി അവരോട് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ പദ്ധതിയെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ ആഹ്ലാദിച്ചു. എത്രയും വേഗത്തിൽ അവർക്ക് വിടുതൽ ലഭിക്കുമെന്ന് അവർ കരുതിയിരുന്നപ്പോൾ അവർക്ക് ലഭിച്ചത് കൂടുതൽ കഠിനമായ ശിക്ഷകളായിരുന്നു, കൂടുതൽ കഠിനമായ ജോലികളായിരുന്നു. അവരതിൽ വല്ലാതെ നിരാശപ്പെട്ടു പോയി. അവരുടെ ഈ കാര്യവിചാരകന്മാർ, ഇസ്രായേലിലെ മൂപ്പന്മാർ ഫറവോനോട് ചെന്ന് പറഞ്ഞു, എന്തിനാണ് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നിൻ്റെ ഊഴിയ വിചാരകന്മാർ എന്ത് പറയുന്നു? എന്നോട് പറയുന്നു, നീ അയച്ചതായ ആ പ്രമാണിമാർ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് ഇനിമേൽ എന്ത് ചെയ്യില്ല, വൈക്കോൽ തരില്ല. അപ്പോൾ ഞങ്ങൾക്കത് വലിയ കഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോഴും അവരോടും ഫറവോൻ പറഞ്ഞത് തന്നെ, നിങ്ങൾ അലസന്മാരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഇനിമേൽ വൈക്കോൽ തരികയില്ല, എന്നാൽ നിങ്ങളുടെ ജോലിയിലൊട്ടും കുറവ് വരാനും പാടില്ല. നോക്കൂ, ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചത് പെട്ടെന്നുള്ള വിടുതലായിരുന്നു. പക്ഷേ അവർക്ക് എന്താ ഇവിടെ സംഭവിച്ചത്?
കഠിനത, അവരുടെ ജോലിയുടെ കാഠിന്യം കൂടി വന്നു. അങ്ങനെ അവർ പോയി ഫറവോനെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആരെ കണ്ടു? മോശയെയും അഹരോനെയും കണ്ടു. ഈ മൂപ്പന്മാർ മോശയെയും അഹരോനും ചോദിക്കുന്നത്, നീ ഞങ്ങൾക്ക് കഷ്ടത വരുത്തുവാൻ വേണ്ടി വന്നതാണോ? ഞങ്ങൾക്ക് കഷ്ടത വരുത്തുവാൻ വേണ്ടി വന്നതാണോ? നോക്കൂ, മോശയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മോശയും അഹരോനും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഫറവോനോട് ആവശ്യമുന്നയിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശയും അഹരോനും ഫറവോൻ്റെ മുന്നിൽ ആവശ്യമുന്നയിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ഏത് ജനത്തിന് വേണ്ടിയാണോ അവർ ആവശ്യമുന്നയിച്ചത്, ആ ജനം അവർക്കെതിരെ തിരിയുന്നു. അപ്പം പ്രതിബന്ധങ്ങൾ, മോശയും അഹരോനും നേരിടേണ്ട പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് ഫറവോൻ അല്ലെങ്കിൽ അന്ന് ഭരിക്കുന്നതായ ആ രാജ്യ കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ നിന്നും അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നാം പ്രതീക്ഷിക്കുന്നതായ പ്രതികരണങ്ങൾ, പ്രതീക്ഷിക്കുന്നതായ പ്രകടനങ്ങൾ മറ്റു പലരിൽ നിന്നും നമുക്ക് ലഭിക്കാറില്ല. അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്നു അവരിങ്ങനെ പെരുമാറണം എന്നോട്, അല്ലെങ്കിൽ ഞാനതാണ് ആഗ്രഹിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് മറ്റു പലരും പ്രതികരിക്കാത്ത, പലരും നമുക്ക് എതിരായി ഭവിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മോശയ്ക്കും അഹരോനും അത് തന്നെ ഉണ്ടായത്. അവർ ഇസ്രായേൽ മക്കളെ വിടിവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം വന്നവരാണ്. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾ അവരെ കുറ്റപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പം അവരുടെ പ്രയാണം അല്ലെങ്കിൽ തുടക്കം അത്ര ശുഭകരമല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്താണ്? നമ്മെ നന്നായി പരിഗണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നല്ല പ്രോത്സാഹനം ലഭിക്കും, എനിക്ക് അവിടെ നിന്ന് നല്ല ഒരു നിർദ്ദേശം ലഭിക്കും എന്ന് ആഗ്രഹിച്ച് പലരെയും നാം സമീപിക്കുമ്പോൾ ഒരുപക്ഷെ നാം പ്രതീക്ഷിച്ച നല്ല പ്രതികരണമോ പ്രതീക്ഷിച്ചതായ നിർദ്ദേശമോ ഒന്നും ലഭിക്കാതെ പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇസ്രായേൽ മക്കളിലും മോശയ്ക്കും അഹരോനും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. എന്നാൽ അവരതിനെ തരണം ചെയ്തു എന്ന ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമായിരിക്കണം. ആരെങ്കിലും നമുക്ക് മോശമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തിൻ്റെ പേരിലായിരിക്കുമ്പോൾ പ്രതീക്ഷിച്ചതായ പ്രചോദനമോ പ്രതീക്ഷിത പ്രോത്സാഹനമോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ തളർന്നു പോകരുത്, സ്ഥിരോത്സാഹത്തോടെ മുന്നേറണം എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ഭാഗം ദിവ്യമായ ഞാൻ എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത് നമുക്കറിയാം മോശയുടെ അവസ്ഥ, മോശയുടെ അഹരോൻ്റെ അവസ്ഥ നമുക്കറിയാം. നേരത്തെ ഫറവോൻ്റെ അടുത്ത് ചെന്നു, ഫറവോൻ അവരോട് മോശമായി സംസാരിച്ചു. പിന്നീട് ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരും അവരോട് മോശമായി സംസാരിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്ന് മോശയും അഹരോനും വല്ലാത്തൊരു മാനസികസ്ഥയിലായിരിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, യഹോവേ, നീ എന്തിനാണ് ഈ ജനത്തിൻ്റെ മേൽ കഷ്ടം വരുത്തിയത്? അതിനാണോ നീ എന്നെ അയച്ചത്? ഞാൻ നിൻ്റെ നാമത്തിൽ സംസാരിക്കാൻ ഫറവോൻ്റെ അടുക്കൽ പോയത് മുതൽ അവൻ ഈ ജനത്തിൻ്റെ മേൽ കഷ്ടം വരുത്തിയിരിക്കുന്നു. നിൻ്റെ ജനത്തെ നീ രക്ഷിച്ചിട്ടില്ല. മോശ അങ്ങനെ ദൈവത്തോട് പരാതി പറയുവാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു വശത്ത് ഫറവോനിൽ നിന്ന് എന്ത് ചെയ്തില്ല, മോശയ്ക്ക് നീതി ലഭിക്കുന്നില്ല, നല്ല പരിഗണന ലഭിക്കുന്നില്ല. മറിച്ച് മറ്റു സൈഡിൽ നിന്നാണ് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ മോശയുടെ സ്വന്തം ജനം മോശയെ അംഗീകരിക്കുന്നില്ല, അവിശ്വസിക്കുന്നു, കുറ്റം പറയുന്നു. ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് കിടന്ന് മോശ ദൈവത്തോട് ചോദിക്കണം, എന്തിനാണ് നീ എന്നെ അങ്ങോട്ട് അയച്ചത്? നീ പറഞ്ഞത് പ്രകാരം, ദൈവമേ അങ്ങ് പറഞ്ഞത് പ്രകാരം ഞാൻ ഫറവോനോട് സംസാരിച്ചപ്പോൾ രക്ഷിക്കുമെന്ന് പറഞ്ഞ ജനത്തിന് എന്ത് ചെയ്യുന്നു? അവർക്ക് കൂടുതൽ കഷ്ടതകളാണല്ലോ വരുന്നത് എന്ന് മോശ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ദൈവം പറയുന്നത് ഞാൻ നിൻ്റെ പിതാക്കന്മാർക്ക് അബ്രഹാമിനും യാക്കോബിനും ഇസഹാക്കിനൊക്കെ ഞാൻ പ്രത്യക്ഷനായി ഞാൻ അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്തു? അവരോട് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങളോടും പ്രവർത്തിക്കും. ഞാൻ അവരോട് പ്രവർത്തിച്ചതുപോലെ നിങ്ങളോടും പ്രവർത്തിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് ദൈവം പറഞ്ഞു, ഞാൻ ദൈവമാണ്, ഞാൻ ഗോത്രപിതാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ അവരുമായി എൻ്റെ ഉടമ്പടി സ്ഥാപിച്ചു, ഞാൻ അവർക്ക് കനാൻ ദേശം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തു, ഞാൻ ഇസ്രായേൽ മക്കളുടെ ഞരക്കം കേട്ടു, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശം
നൽകുമെന്ന എൻ്റെ ഉടമ്പടി ഞാൻ ഓർത്തു. അപ്പം ദൈവം പറഞ്ഞ കാര്യം, ഞാൻ ഗോത്രപിതാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ അവരോട് ഉടമ്പടി ചെയ്തു, നിങ്ങളുടെ ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർത്തു. ദൈവം മോശയോട് പറയണത്. ദൈവം, ദിവ്യനായ ഒരു ദൈവം നമുക്ക് നൽകിയതായ വാഗ്ദത്തങ്ങൾ പാലിക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് ദൈവം മോശയോട് പറയുന്നു. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കും, അത് പൂർത്തിയാക്കും എന്ന് ദൈവം മോശയോട് ആവർത്തിച്ച് പറയുന്നു. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടെ പറയുന്നു. ഒന്ന്, മിസ്രയീമിന്റെ നുകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. രണ്ട്, അവരുടെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. നീട്ടിയ ഭുജത്താലും ശക്തമായ ന്യായവിധികളാലും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. 4, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജനമാക്കിയെടുക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഈ 4 പ്രവൃത്തികൾ ദൈവം ഇസ്രായേലിൻ്റെ മേൽ ചെയ്യുമെന്ന് ദൈവം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ദൈവം അന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇപ്രകാരം മോശയോട് സംസാരിച്ചു എങ്കിൽ, ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് തന്നെയാണ്. ഞാൻ നിങ്ങളെ നീട്ടിയ ഭുജം കൊണ്ട് രക്ഷിക്കും, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഈ ഒരു വാഗ്ദത്തം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തു, മോശയോട് ദൈവം അരുളി ചെയ്തു. ഇന്ന് നമുക്ക് മുൻപാകെ ദൈവം വെച്ചേക്കാണ്. നിങ്ങളെൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പം ആ വാഗ്ദത്തം ദൈവം അന്ന് നിറവേറ്റി, ഇപ്പോഴും ആ വാഗ്ദത്തം നിറവേറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവം, യഹോവയായ ദൈവം ശക്തനാണ് എന്ന ഒരു വിശ്വാസം, ഒരു ദൃഢവിശ്വാസം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യും എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പരിച്ഛേദന ഏൽക്കാത്ത ആദരങ്ങൾ, ഇതാണ് ബുധനാഴ്ച ഭാഗം പറയുന്നത്. ഇവിടെ പറയുന്നത് പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ മേൽ, ഫറവോൻ്റെ മേൽ ദൈവം ചെയ്യാൻ പോകുന്ന പദ്ധതി എന്താണെന്ന് ദൈവം മോശയോട് വിവരിച്ചു. അത് തീർച്ചയായിട്ടും മോശയ്ക്കൊരു പ്രോത്സാഹനമായിരുന്നു. പക്ഷേ മോശ ഇറങ്ങിത്തിരിച്ചു പ്രവർത്തിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഈ ഫറവോൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ മക്കളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ ആ ഒരു പ്രോത്സാഹനത്തെ അല്പമൊന്നു തണുപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ പിന്നെ എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ അങ്ങനെ പ്രതികരിച്ചെന്ന് ചോദിച്ചാൽ, അവരുടെ കഷ്ടപ്പാട്, അവരുടെ പ്രയാസം, അവരുടെ കഠിനാധ്വാനം ഒക്കെ അവർ നിരാശരായിരുന്നു. അവരിങ്ങനെ നിലവിളിക്കുകയാണ് ദൈവത്തോട്, ദൈവമേ ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമെന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ദൈവം മോശയെ കൊണ്ടുവരുന്നതും മോശയിലൂടെ അവരോട് പറയുന്നത്, നിങ്ങളുടെ പിന്നെ അടിമത്വം അല്ലെങ്കിൽ കഷ്ടപ്പാടോടെ തീരാൻ പോകുന്നു, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്നൊക്കെ മോശ ജനത്തോട് പറയുന്നത്. അവർ ഭയങ്കര പ്രത്യാശയുള്ളവരായി, ഇസ്രായേൽ മക്കൾ ഭയങ്കരമായി പ്രത്യാശയുള്ളവരായി, അവർ അതിരിട്ട് സന്തോഷിച്ചു. പക്ഷേ ഫറവോൻ അവരോട് കൂടുതൽ കാഠിന്യത്തോടുകൂടി പെരുമാറിയപ്പോൾ അവർ നിരാശരായി. അവരെത്രമാത്രം പ്രത്യാശയുള്ളവരായി തീർന്നു, അത്രയും മാത്രം നിരാശയുള്ളവരുമായി തീർന്നു. അപ്പം മോശയ്ക്കും ആ നിരാശയിൽ വല്ലാതെ വിഷമമുണ്ടായി, എല്ലാവരുടെ ജീവിതത്തിലും. അപ്പോൾ ഇവരെന്താ ചെയ്തത്, ദൈവത്തിന് പോലും നമ്മെ വേണ്ടതായോ എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ ചില മനുഷ്യരുടെ ജീവിതത്തിലുണ്ടായിരിക്കും. നാം ദൈവത്തിൽ വലിയ പ്രതീക്ഷ വെക്കുകയും നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നതായ സമയത്തു ദൈവം പ്രവർത്തിക്കാത്തത് കൊണ്ട്, നാം നിശ്ചയിച്ച് ഉറപ്പിക്കുന്ന സമയത്ത് ദൈവം മറുപടി തരാത്തത് കൊണ്ട്, നാം തീരുമാനിക്കുന്ന സമയത്ത് നമുക്കത് ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന് പോലും എന്നെ അല്ലെങ്കിൽ നമ്മെ വേണ്ടാതെയായോ, ദൈവം പോലും നമ്മെ വെറുത്ത് കളഞ്ഞോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നിരാശയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ സമയം കുറിക്കുകയാണ്, ദൈവം ഇന്ന സമയത്ത് ഇന്നത് പ്രവർത്തിക്കണമെന്ന്. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് അത് നടപ്പിലാക്കുമെന്നുള്ള, ഞാനും നമ്മൾ ആരും പറയുന്ന സമയത്തല്ല ദൈവം നടപ്പിലാക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നടപ്പിലാക്കും. ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചതുപോലെ പെട്ടെന്നുള്ളൊരു വിടുതലല്ല ദൈവം ആഗ്രഹിച്ചത്.
ദൈവം അദ്ദേഹത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. ഫറവോനെ കാര്യങ്ങൾ പറയാം, ഇന്ന കാര്യങ്ങൾ ഇന്ന ഘട്ടങ്ങൾ കഴിഞ്ഞു പോകണം എന്നൊക്കെ ദൈവം ആഗ്രഹിച്ചു. മോശയോട് മുന്നമേ പറഞ്ഞു, ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുമെന്നൊക്കെ മോശയോട് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ മക്കൾ പ്രതീക്ഷിച്ചത് അങ്ങനെയല്ല. ഇസ്രായേൽ മക്കൾ പ്രതീക്ഷിച്ചത് പെട്ടെന്നൊരു ദിവസം ഒരു വിടുതലുണ്ടാകണം, ഈ കഷ്ടപ്പാടൊക്കെ നിൽക്കണമെന്ന്. സാധാരണഗതിയിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ കഷ്ടതകൾ പെട്ടെന്ന് തീരണം, എനിക്ക് എൻ്റെ ഇനിയുള്ള ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതം സമ്പൽ സമൃദ്ധവും സമാധാനവും സന്തോഷവും രോഗമില്ലാത്തതുമായിരിക്കണം എന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. നല്ല ആഗ്രഹമാണ്. പക്ഷേ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിറവേറുവാൻ നാമല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഒരിക്കലും നാമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോൾ നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരും അല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യില്ല, നിരാശയിലേക്ക് വീണു പോകുകയില്ല എന്നുള്ള കാര്യം നാം ഉറപ്പിക്കണം. ഇയ്യോബിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ദൈവം നീതിമാൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയൊരു വ്യക്തിയാണ് ഇയ്യോബ്. ആ ഇയ്യോബ് ദൈവത്തോട് പിന്നെ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുകയും നീതിമാനായിരിക്കുകയും ചെയ്ത ഇയ്യോബിന് വന്ന കഷ്ടത നമുക്കറിയാം. ഇയ്യോബ് തന്നെ ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു. ഇയ്യോബ് തന്നെ പിന്നെ താൻ ജനിച്ചതായ സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അപ്പോൾ നമുക്കതറിയാം, മനുഷ്യന് നിരാശയുണ്ടാകും. പക്ഷേ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഇവിടെ പിന്നെന്താണ് ആസാഫ് പറഞ്ഞതുപോലെ പിന്നത്തേതിൽ എന്തു ചെയ്യും, നീ മഹത്വത്തിൽ എന്നെ ചേർത്ത് കൊള്ളും എന്ന് പറയും. ആസാഫിൻ്റെ 73-ാമത്തെ സങ്കീർത്തനം തുടങ്ങുന്നത്, ദൈവമേ നീതിമാൻ രക്ഷയില്ലല്ലോ, ദുഷ്ടനത തടിച്ച് കൊഴുത്തിരിക്കുന്നു, അവന് ഏതൊരു ദുഃഖവുമില്ല, പ്രയാസവുമില്ല, ഒന്നുമില്ല, അവനെന്ത് ചെയ്യുന്നു, നല്ല ശക്തനായി നടക്കുന്നു, അവൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് അങ്ങനെയല്ലല്ലോ എന്ന ഒരു പരിഭവത്തോടു കൂടിയാണ് ആസാഫിൻ്റെ 73-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. പക്ഷെ അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് പറയുന്നത്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിൽ എന്നെ ചേർത്തുകൊള്ളും, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ രീതിയിലേക്ക് വന്നു ആസാഫ്. ആദ്യം പരിഭവം പറഞ്ഞു, ദൈവമേ ദുഷ്ടന്മാർക്ക് ഒരു കുറവുമില്ലല്ലോ, അവർക്കെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ആസാഫ് മനസ്സിലാക്കുന്നു, ദൈവത്തിലുള്ളവർക്ക് ദൈവം തൻ്റെ വലങ്കൈ കൊണ്ട്, യെശയ്യാവിൽ പറയുന്നത് പോലെ, യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ, തൻ്റെ വലങ്കൈ കൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കും. അവിടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയെ നാം എന്ത് ചെയ്യാൻ പാടില്ല, അവിശ്വസിക്കാൻ പാടില്ല. ആ പദ്ധതിക്ക് സമയം നിർണയിക്കേണ്ടതും നമ്മളല്ല. അത് നടപ്പിലാക്കേണ്ട സമയത്ത്, നടപ്പിലാക്കേണ്ട സമയം, നടപ്പിലാക്കേണ്ട വിധം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. അതിൽ നമുക്കൊരു പങ്കുമില്ല. നാം അതിൻ്റെ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ്. അത് നൽകുന്ന സമയവും നൽകുന്ന വിധവും ദൈവത്തിനുള്ളതാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതും അങ്ങനെ തന്നെയാണ്. അവർ പ്രതീക്ഷിച്ച സമയത്ത് ദൈവം അവരെ വിടുവിക്കാത്തത് കൊണ്ട് അവർക്ക് മോശയോടും അഹരോനോടും അതൃപ്തിയുണ്ടായി, അവരോട് മോശമായി സംസാരിച്ചു. നാം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നാം ആഗ്രഹിച്ച സമയത്ത് പ്രവർത്തിക്കാത്തപ്പോൾ, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാത്തപ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത്, ദൈവത്തിനും എന്നെ വേണ്ടാതായോ, ദൈവവും എന്നെ വെറുത്ത് കളഞ്ഞു എന്ന നിരാശയുടെ ഒരു ചിന്ത, ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കാം. ഇവിടെ വിശുദ്ധ വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു കാരണവശാലും ചിന്തിക്കരുത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കേണ്ട വിധം, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കേണ്ട സമയം, അത് നമ്മുടെ അധികാരപരിധിയിൽ വരുന്നതല്ല, അത് ദൈവത്തിൻ്റെ അധികാരപരിധിയിലുള്ളതാണ്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യമാണ്. മനുഷ്യന് അതിലൊന്നും ചെയ്യുവാനുള്ള അധികാരമില്ല, ശക്തിയുമില്ല. അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് വിട്ടിട്ട് ആസാഫ് പറഞ്ഞതുപോലെ, പാടിയതുപോലെ, നീ എന്തു ചെയ്യും, എന്നെ വലം കൈ പിടിച്ചു വഴി നടത്തും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റിയിരിക്കും എന്ന ഒരു പൂർണ്ണമായ വിശ്വാസം എൻ്റെ മുൻ അനുഭവങ്ങൾ വെച്ച് അത് വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ട് എങ്കിൽ,
തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം തന്നെ പ്രവർത്തിക്കും. ആ ഒരു അനുഭവം ഇസ്രായേൽ മക്കൾക്കുണ്ടായി. അവരത് ജീവിതത്തിൽ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലും നമുക്കതുണ്ടാകും എന്നാണ് ഈ ഭാഗത്തിലൂടെ പരിച്ഛേദന ഏൽക്കാത്ത അതരങ്ങൾ എന്ന പാഠഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നതായ ആ വലിയ സന്ദേശം. വേദസ്ഥ ഭാഗം പറഞ്ഞ ഫറവോൻ ദൈവത്തെ പോലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ അന്ന് ഉണ്ടായിരുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്തിലെ ജനങ്ങൾ ഫറവോനെ ദൈവമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇവിടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശയ്ക്ക് യഹോവയായി തന്നെ അവതരിക്കുന്നു. നേരത്തെ പറഞ്ഞ അബ്രഹാമിന് ഞാൻ ദൈവമാക്കാം അവതരിപ്പിച്ച യഹോവയായിട്ടല്ല പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ദൈവം തൻ്റെ ജനത്തിന് വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വളരെ വ്യക്തമായി മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ പദ്ധതിയെ മോശ മനസ്സിലാക്കുകയും, പക്ഷേ മോശ അവിടെയും എന്തു ചെയ്യുന്നു, ആ പദ്ധതിയിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി മോശ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ദൈവം അതിനൊരു പ്രതിവിധി പറയുന്നുണ്ട്. നിൻ്റെ സഹോദരനായ അഹരോൻ നല്ല സംസാരിക്കാൻ കഴിവുള്ളവനാണ്, നീ അഹരോനോട് സംസാരിക്കണം, അഹരോൻ ഫറവോനോട് സംസാരിച്ചു കൊള്ളും. അപ്പോൾ മോശയ്ക്ക് മറ്റു മാർഗമില്ലാതെയായി. അപ്പോൾ ദൈവത്തോട് ഒരു ദൈവം വിളിച്ചതായ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഒഴിവ് എന്തുകൊണ്ട് മോശ ഒഴിവ് പറയാൻ ശ്രമിക്കുന്നു വെച്ചാൽ, ഇവിടെ ഫറവോൻ്റെ സ്ഥലത്ത് നിന്ന് മോശയ്ക്ക് നീതി കിട്ടുന്നില്ല, ഇസ്രായേൽ മക്കളുടെ ഭാഗത്തു നിന്ന് മോശയ്ക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെയുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നത് തന്നെയാണ്, എനിക്കൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള താല്പര്യത്തിൽ മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ ഫറവോനോട് സംസാരിക്കണ്ട, പകരം അഹരോൻ സംസാരിച്ചോളും, നിനക്ക് പറയുവാനുള്ളത് നീ അഹരോനോട് പറഞ്ഞാൽ മതി. അഹരോൻ എന്ത് ചെയ്യും, ദൈവത്തോട് സംസാരിച്ചുകൊള്ളും. ഇവിടെ പിന്നെ ആ പദത്തെ ഉപയോഗിച്ച വാക്ക് അരൽ സബത്തായിം എന്നാണ്. അതിൻ്റെ അർത്ഥം പരിച്ഛേദന ഏൽക്കാത്ത അതരങ്ങൾ എന്നാണ്. മോശയ്ക്ക് ഒരു തടിച്ച നാവുണ്ട്, മന്ദതയുണ്ട് എന്നുള്ളതാണ്. പരിച്ഛേദന ഏൽക്കാത്ത അതരങ്ങൾ എന്നാണ് അതിന് ശരിയായ അർത്ഥം. അപ്പോൾ മോശ ഇവിടെ പറയുന്നത്, എനിക്ക് തടിച്ച നാവുണ്ട്, ഞാൻ എങ്ങനെ സംസാരിക്കും? ആ ഒരു ആശങ്ക ദൈവത്തോട് മോശ പറയുകയാണ്. അപ്പം ദൈവം അതിനെ പ്രതിവിധി കണ്ടെത്തി. ദൈവം പറഞ്ഞു, നീ സംസാരിക്കണ്ട, നിൻ്റെ സഹോദരനായ അഹരോൻ സംസാരിച്ചു കൊള്ളും. അപ്പോൾ ഒരു പ്രവാചകൻ്റെ സ്ഥാനം ഇവിടെ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശം ഭൂമിയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഒരു പ്രവാചകൻ ദൈവം ആ കാലത്തും ഉപയോഗിച്ചു. ഇന്നും അത് സംസാരത്തിലൂടെ എഴുത്തിലൂടെ ആയാലും ദൈവത്തിൻ്റെ പ്രവചനം നമ്മിലേക്ക് പകർന്ന് നൽകുന്നു. അതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ലോകത്തിൻ്റെ അന്ത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇന്ന കാര്യങ്ങൾ ഇന്ന കാലഘട്ടത്തിൽ നടക്കുമെന്ന് പ്രവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഫറവോനുമായി ഉള്ള ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഫറവോനുമായി മോശ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവം മോശയ്ക്ക് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. മോശയ്ക്കത് അറിയാമായിരുന്നു. ചെന്ന ഉടനെ ഫറവോൻ ഇങ്ങനെ ഇസ്രായേൽ മക്കളെ വിടുകയില്ല എന്ന് മോശയ്ക്കറിയാമായിരുന്നു. മോശ അതിന് തയ്യാറായിരുന്നു. പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്തില്ല, അതിന് തയ്യാറായിരുന്നില്ല. അവരുടെ പ്രതീക്ഷ വേറെയായിരുന്നു. മോശയോട് ദൈവം വളരെ വ്യക്തമായി ഈ ഫറവോൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്നും അവസാനം നീ എന്താണ് ചെയ്യേണ്ടതെന്നും മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തു. പ്രവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വരുമെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞു തരുന്നു. അതെങ്ങനെയൊക്കെ അതിജീവിക്കാമെന്നും ദൈവം വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവുകഴിവുകൾ പറഞ്ഞു പോകാം എന്നാണ് നാം ആലോചിക്കുന്നത്. എങ്ങനെ എന്നെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു പോകാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല. നാം സധൈര്യം അത് ഏറ്റെടുത്തുകൊണ്ട്, ദൈവം നമ്മെ ഏൽപ്പിച്ചതായ കാര്യം സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ്, പ്രതിസന്ധികൾ എന്താണ് എന്ന് ദൈവം മോശയോട് മുന്നമേ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രവചനത്തിലൂടെ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നു. നാം അത് മനസ്സിലാക്കുന്നു എങ്കിൽ
നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുമായി ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ദൈവത്തിൻ്റെ വേലയുടെ ഭാഗമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ആ പ്രവചനങ്ങൾ നാം ഉൾക്കൊള്ളുവാൻ തയ്യാറാണോ? ദൈവം തൻ്റെ ദാസന്മാരിലൂടെ എഴുത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള പ്രവചനങ്ങൾ, മോശയ്ക്ക് ദൈവം വാക്കിലൂടെ പറഞ്ഞതായ പ്രവചനങ്ങൾ, ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ, ഫറവോനോട് പറയുവാൻ വേണ്ടി അഹരോനിലൂടെ ദൈവം പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നൽകിയിരിക്കുന്നു. നാം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറാതെ, നാം ദൈവത്തിൻ്റെ വേലയുടെ ഭാഗമായി നിൽക്കുവാൻ നാം തയ്യാറാണോ? അതിന് നമുക്ക് വേണ്ടുന്ന വിശ്വാസം, ആസാഫ് പറഞ്ഞതുപോലെ, അവൻ എൻ്റെ വലങ്കൈ പിടിച്ചെന്നെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഏത് കഷ്ടതയുടെ നടുവിലായിരുന്നാലും, ഏത് ക്രൂരമായ പീഡനത്തിൻ്റെ പാതയിൽ അടിമകളായിരുന്നാലും അവിടെ നിന്നൊക്കെയും വിടുവിക്കുവാൻ സർവശക്തനായ യഹോവയായ ദൈവം ഉണ്ട് എന്ന് ദൈവം മോശയോട് പറഞ്ഞതുപോലെ ഇന്ന് ദൈവം നമ്മോട് പറയുന്നു. നമ്മെ വിടുവിക്കുവാൻ സർവശക്തനായ ഒരു യഹോവ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നതാണ് ഈ പാഠഭാഗം. ഇതുവരെ എന്നെ ശ്രവിച്ചതിന് ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സ്വകീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസത്തെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മക്കളെ അത്ഭുതകരമായി വഴി നടത്തിയ ആ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാ. അതിനുവേണ്ടി ദൈവമേ അചഞ്ചലമായൊരു വിശ്വാസവും സ്ഥിര ഉത്സാഹവും ഞങ്ങളിൽ ഉണ്ടാകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതായ എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം, അവിടെ നിന്ന് സന്ദർശിക്കണം. അപ്പോൾ അവിടുത്തെ കൃപയാൽ കാത്തുകൊള്ളണം ദൈവമേ. അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഈഡൻ ടി വിയെയും അതിൻ്റെ ദൈവ പ്രവർത്തകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത താലന്തുകൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം. അവരെ വഴി നടത്തണമേ, അവരുടെ കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതിനുവേണ്ടി സഹായിക്കുകയും അതിൻ്റെ പ്രോത്സാഹനം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. അഹങ്കരിച്ചു പോകാതെ, നിഗളിച്ചു പോകാതെ താഴ്മയിൽ അങ്ങനെ വേല ചെയ്യുവാൻ അടിയനെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും അവിടെ നിന്ന് സമർപ്പിക്കണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.